ഐതിഹാസിക ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും വേദന തളം കെട്ടിയ ഒരു കഥയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായി പോകുന്നത്. ആ കഥയുടെ പേരാണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഈ കഥ നടന്നത് നമ്മുടെ മനോഹരമായ കൊച്ചു കേരളത്തിലോ ഡൽഹിയിലോ ഇന്ത്യയിലോ ഒന്നുമല്ല, അങ്ങ് ദൂരെ അറബിക്കടലിനപ്പുറത്തുള്ള ഇസ്രായേൽ എന്ന രാജ്യത്താണ്. കൊല്ലും കൊലയും കൊലാധികാരവും കൊടികുത്തി എന്നും വാണിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഹായ്, എത്ര നല്ല മുന്തിരിത്തോപ്പ്! എന്തു ഭംഗി! അത് എന്റേതായിരുന്നുവെങ്കിൽ ആരെവിടെ? അടിയൻ. ആ കാണുന്ന മുന്തിരിത്തോപ്പ് ആരുടേതാണ്? അത് നമ്മുടെ കൃഷിക്കാരൻ നാബോത്തിൻ്റെതാണ് തിരുമേനി. ഓ, അത് ശരി. എങ്കിൽ നാബോത്തിനെ ഉടനടി എന്റെ മുമ്പിൽ ഹാജരാക്കൂ. പ്രഭു. ഹാ നാബോത്തെ, ആ കാണുന്ന മുന്തിരിത്തോപ്പ് നിന്റേത് തന്നെയല്ലേ? അതെ പ്രഭു. അത് എനിക്ക് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ വേണം. പണമാണ് കാര്യമെങ്കിൽ പണം ഞാൻ തരാം. അല്ല, വേറെ ഒരു തോട്ടം വേണമെങ്കിൽ അത് ഞാൻ തരാം. പ്രഭു, അത് എന്താ നാബോത്തെ? എന്തു തന്നെയായാലും പറഞ്ഞോളൂ. അത് ഞാൻ തരില്ല. അതെന്റെ പിതൃസ്വത്താണ്. അത് ഞാൻ ആർക്കും വിട്ടു തരില്ല. എങ്കിൽ നിനക്ക് പോകാം. പ്രഭു, എന്താ അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? പ്രഭു, കാര്യം എന്തായാലും അങ്ങ് എന്നോട് പറയൂ. ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. നമുക്കതിന് പരിഹാരം കണ്ടെത്താം. ജസബേൽ, ആ കാണുന്ന മുന്തിരിത്തോപ്പ് എനിക്ക് വേണം. പക്ഷേ
ആ കുലദ്രോഹി നാബോത്ത് അത് എനിക്ക് വിട്ടുതരില്ല. അത് എനിക്ക് വേണം. ജസബല്ല, അത് ഞാൻ അത്രയ്ക്കും മോഹിച്ചു പോയി. അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. ഞാൻ ആ മുന്തിരിത്തോട്ടം അങ്ങേക്ക് സ്വന്തമായി നൽകും. എത്രയും പെട്ടെന്ന് നിങ്ങൾ നാബോത്തിനെ എന്റെ മുൻപിൽ ഹാജരാക്കൂ. ഇതാര്? നാബോത്തോ? നാബോത്തേ, നിനക്ക് സുഖം തന്നെയല്ലേ? ആ, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുണ്ട്. എനിക്ക് ആ മുന്തിരിത്തോപ്പ് വേണം. പണമാണെങ്കിൽ പണം, അതല്ല വേറെ എന്ത് വേണമെന്ന് നീ പറയൂ. ഞാനത് നിനക്ക് തന്നിരിക്കും. झुमके मैं कन्ना विच पावा चुम चुमके तुले याद मैनू गोल्डन झुमके मैं कन्ना विच पावा चुम चुमके तुले याद मैनू गोल्डन झुमके मैं कन्ना विच पावा चुम चुमके बन जावे शॉपिंग करा दे बन जावे पिक्चर दिखा दे रिंग विस्टा पाइया वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी वाइट कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरे तेरे हिस्से आइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे मन जावे मैनू शॉपिंग करा दे मन जावे रोमांटिक पिक्चर दिखा दे रिंग विस्टा पाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी वाइट कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरे तेरे हिस्से आइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे You're my darling angel, baby. White Kalaya drives me crazy. Shiny eyes, glittery. You're the light that makes me go hazy. You're my darling angel, baby. White Kalaya drives me crazy. Shiny eyes, glittery. You're the light that makes me go hazy. Makes me go hazy. Makes me go ओ मैनू चढ़िया है रंग रंग में खापा दे संग संग आज उड़ती फिरां मैं सारी रात उड़ती फिरां जिंदड़ी दे रंग ढंग मेरी नींदे भी तंग तंग आज उड़ती फिरां मैं सारी रात उड़ती फिरां बन जावे गुलाबी चुन्नी बना दे बन जावे चुन्नी बना दे रिंग विस्टा पाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी वाइट कलाइयां वे चिट्टियां कलाइयां वे ओ बेबी मेरे तेरे हिस्से आइयां वे चिट्टियां कलाइयां वे ओ बेबी मेरी चिट्टियां कलाइयां वे ഇല്ല, ഞാനത് തരില്ല. നിനക്ക് ഇത്ര അഹങ്കാരമോ? ഞാൻ നിന്നെ കാണിച്ചു തരാം. ഈ കള്ള നാബോത്ത് ദൈവത്തിനെതിരായും രാജാവിനെതിരായും ദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇവനെ കൊല്ലണം.
അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. വിടരുത്, ഒരിക്കലും അവനെ വിടരുത്. ഞങ്ങൾ നബോദിനെ കൊന്നു, ഞങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു. जैसे धूल उड़ा के सिंह उठा के तुम भी नाचो, बाजी जम के ताल ढोल बेटा राजू उड़ के नाचो, हीरो से भी तेज कोई कर सके जो बेद नाचो, पल में घोड़े जैसे भाग डोर छोड़ नाचो, जो तो रोट मोटा मिर्चा खा के ऐसे नाचो, हाँ जा छोरे हाँ जा गोरे हाँ जा छोरे, नाचो 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 वीर नाचो, नाचो 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 यार नाचो, नाचो 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 अच्छी कैरी जैसा पत्ता नाचो, नाचो 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 बिच्छू काटा लागे ऐसा नाचो, जैसे धूल उड़ा के सिंह उठा के तुम भी नाचो, बाजी जम के ताल ढोल बेटा राजू उड़ के नाचो, हीरो से भी तेज कोई कर सके जो बेद नाचो, पल में घोड़े जैसे भाग डोर छोड़ नाचो, जो तो रोट मोटा मिर्चा खा के ऐसे नाचो, हाँ जा छोरे हाँ जा गोरे हाँ जा छोरे, नाचो 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 वीर नाचो, नाचो 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 यार नाचो, नाचो 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 अच्छी कैरी जैसा पत्ता नाचो, नाचो 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 बिच्छू काटा लागे ऐसा नाचो, जैसे धूल उड़ा के सिंह उठा के तुम भी नाचो, बाजी जम के ताल ढोल बेटा राजू उड़ के नाचो, हीरो से भी तेज कोई कर सके जो बेद नाचो, पल में घोड़े जैसे भाग डोर छोड़ नाचो, जो तो रोट मोटा मिर्चा खा के ऐसे नाचो, हाँ जा छोरे हाँ जा गोरे हाँ जा छोरे, नाचो 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 वीर नाचो, नाचो 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 यार नाचो, नाचो 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 अच्छी कैरी जैसा पत्ता नाचो, नाचो 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 बिच्छू काटा लागे ऐसा नाचो। ഏലിയ ഏലിയ കർത്താവേ അരുളി ചെയ്താലും, ഏലിയ നീ ആഹാബിന്റെ അടുത്ത് ചെന്ന് ഞാൻ പറയുന്നത് പോലെ പറയുക. ആഹാബ്, നീ ആ പാവം നാബോത്തിനെ കൊലപ്പെടുത്തി അവന്റെ പിതൃസ്വത്തായ മുന്തിരിത്തോപ്പ് സ്വന്തമാക്കുന്നുവോ? കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച അതേ സ്ഥലത്ത് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ഇസ്രായേലിൽ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ നിന്റെ ഭാര്യ ജെസബലിനെ നായ്ക്കൾ ഭക്ഷിക്കും. നീ എന്നെ ശത്രുവായി കണ്ടെത്തിയോ? കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ച് നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ജെസബലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. നീ ദൈവസന്നിധിയിൽ ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിച്ചു. എന്റെ മുൻപിൽ എളിമപ്പെട്ടത് നീ കണ്ടില്ലേ? അതുകൊണ്ട് അവന്റെ പുത്രന്റെ കാലത്തായിരിക്കും ഇത് സംഭവിക്കുക. അങ്ങനെ വെയിലും മഴയുമായി കാലം പതുക്കെ പതുക്കെ നീങ്ങി. രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടായി. ആഹാബ് ചക്രവർത്തി മരണത്തിന് കീഴടങ്ങി. നായ്ക്കൾ അവൻ്റെ രക്തം നക്കിക്കുടിച്ചു.
ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് നായ്ക്കൾ ജസബേലിനെ ഭക്ഷിച്ചു. പ്രിയമുള്ളവരെ, അതിലില്ലാത്ത ആഗ്രഹങ്ങളും പരിധിയില്ലാത്ത മോഹങ്ങളുമായാണ് അന്നും എന്നും മനുഷ്യൻ ജീവിക്കുന്നത്. അന്ത്യനിമിഷം വരെ ഇത് തുടരുകയും ചെയ്യും. ധനത്തിൻ്റെ 2 താഴ്വര ഉണ്ടെങ്കിൽ മൂന്നാമത്തത് കൂടി അവൻ അന്വേഷിക്കും. അതാണ് മനുഷ്യൻ. അത്യാഗ്രഹങ്ങൾക്ക് പിന്നാലെ പാരകം പായുകയാണ് അവൻ ചെയ്യുന്നത്. അല്പായുസ് മാത്രമേ ഇവിടെ തനിക്കുള്ളൂ എന്ന സത്യം അവൻ വിസ്മരിച്ചു പോകുന്നു. ഉള്ളതിൽ സംതൃപ്തിയടയുന്ന മനസ്സിനല്ലാതെ സമാധാനം അനുഭവിക്കാൻ കഴിയുകയില്ല. അത്യാഗ്രഹവും അർഹതയില്ലാതെ മറ്റുള്ളവരെ വഞ്ചിച്ച് നേടുന്നത് എല്ലാം നഷ്ടത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ കൂട്ടുകാരെ, കൊതിച്ചതല്ല വിധിച്ചതാണ് നമുക്കുള്ളതെന്ന വിശ്വാസം നമ്മെ സംതൃപ്തിയായ ഒരു ജീവിതം നയിക്കുവാൻ പ്രാപ്തമാകട്ടെ. ഒരിക്കലും അത്യാഗ്രഹം പാടില്ല. ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഈ കൊച്ചു ജീവിതം മനോഹരമാക്കാം. താങ്ക് യു.